ബ്രസീലിലെ ഗൊയാനയിലെ ഒരു ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ അർപ്പിക്കപ്പെട്ട ദിവ്യബലി ആയിരക്കണക്കിന് ആളുകളെ ചിന്തിപ്പിച്ച വിശ്വാസ സാക്ഷ്യമായി മാറി. സിസ്റ്റർ ചിയാരയ്ക്കായി ഒരുക്കപ്പെട്ട ICU മുറി ഏറ്റവും മനോഹരമായ കത്തീഡ്രലും ഏറ്റവും തീക്ഷ്ണമായ സ്വർഗീയ സംഗമവുമായി തീർന്നു. ഒരർപ്പിത യുവതിയുടെ വിശ്വാസ തീക്ഷ്ണതയുടെ പ്രതിഫലനമായിരുന്നു ആ ദിവ്യബലി. ജൂൺ 22 ഞായറാഴ്ച ICUവിൽ കഴുത്തിന് താഴേക്ക് നിശ്ചലമായി കിടക്കുന്ന ഒരു സമർപ്പിത കന്യാസ്ത്രീക്കായി അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ മുറിയിലോ കാർമ്മികനായി. തന്റെ പൗരോഹിത്യ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു ആ ബലിയർപ്പണമെന്ന് ഫാദർ മുറിയിലോ പങ്കുവച്ചു. സിസ്റ്റർ ചിയാര കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ അംഗമാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നുള്ള 32 വയസ്സുകാരിയായ സിസ്റ്റർ ചിയാര ഒരു മിഷണറിയായി ബ്രസീലിലെത്തി റിഡൻസോവയിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. മെയ് 30 സിസ്റ്റർ ചിയാരയും മറ്റു 3 സഹോദരിമാരും ഉറുവാച്ചുവിലേക്കുള്ള യാത്രാമധ്യേ ഗുരുതരമായ ഒരു അപകടത്തിൽപ്പെട്ടു. അമിത വേഗത്തിൽ വന്ന ഒരു കാർ അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലിടിച്ചു. ഡ്രൈവർ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ഒരു ദിവസത്തിന് ശേഷം പോലീസിന് കീഴടങ്ങുകയും ചെയ്തു. സിസ്റ്റർ ചിയാരയോടൊപ്പം ഉണ്ടായിരുന്ന 2 കന്യാസ്ത്രീമാർക്കും സാരമായ പരിക്കുകൾ സംഭവിച്ചു. മറ്റൊരാൾക്കും ഡ്രൈവർക്കും നിസ്സാര പരിക്കുകളും. എന്നാൽ സിസ്റ്റർ ചിയാര കഴുത്തു മുതൽ താഴേക്ക് അനങ്ങാൻ പോലും കഴിയാത്ത വിധം തളർന്നുപോയി. അതിനുശേഷം സിസ്റ്റർ ചിയാര 2 സൂക്ഷ്മ ശസ്ത്രക്രിയകൾക്ക് വിധേയയായി. ഇപ്പോൾ നീണ്ട വിശ്രമത്തിലാണ്. സിസ്റ്റർ ചിയാരയ്ക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ കഴിയുമോ എന്നതിൽ ഇപ്പോഴും ഉറപ്പു നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ആ കന്യാസ്ത്രീയിൽ കണ്ട വിശ്വാസ തീക്ഷ്ണതയാണ് ഫാദർ മുറിയിലോയെ അമ്പരപ്പിച്ചത്. ഇപ്പോൾ സിസ്റ്റർ ചിയാരയുടെ കുരിശ് ആശുപത്രി കിടക്കുകയാണ്. ആ സന്യസ്തയുടെ കഠിന പരീക്ഷണങ്ങൾ ഫിസിക്കൽ തെറാപ്പിയുടെയും നീണ്ട വിശ്രമത്തിന്റെയും ദിനങ്ങളായിരിക്കും. പക്ഷേ അവളുടെ പുഞ്ചിരി ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അവളുടെ മുഖം ശാന്തതയും വിശ്വാസവും പ്രത്യാശയും പ്രകടമാക്കുന്നു, ഫാദർ മുറിയിലോ പറഞ്ഞു. യുവവൈദികന്റെ ഏകദേശം 11 മാസത്തെ പൗരോഹിത്യ ജീവിതത്തിൽ താൻ ആഘോഷിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പരിശുദ്ധ കുർബാനയായിരുന്നു ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. സിസ്റ്റർ ചിയാര ഇപ്പോഴും ആശുപത്രിയിലാണ്. എന്നാൽ അവർ ICUവിൽ നിന്ന് മോചിതയായിട്ടുണ്ട്. അവരുടെ നിശബ്ദ സാക്ഷ്യം ക്രിസ്തുവിന്റെ പ്രതിധ്വനിയാണ്. കഷ്ടപ്പാടുകൾ ഒരു യാഗമായി രൂപാന്തരപ്പെടുത്തുന്ന, വേദനകളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രതിധ്വനി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗേന ന്യൂസ്.